1931 ലണ്ടനിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായി തീരുകയും ചെയ്ത വ്യക്തിയാണ് വി ഗിരി. ചന്ദ്രനിലെ ലോകഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റ് വി ഗിരിയാണ്. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ടെണ്ണി വിജയിച്ച രാഷ്ട്രപതിയാണ് വി ഗിരി. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തിയും കൂടിയാണ് വി ഗിരി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളിയായിരുന്നു VR കൃഷ്ണയ്യർ. രാഷ്ട്രപതി ആയി തിരഞ്ഞെടുത്ത ആദ്യ മലയാളി KR നാരായണനാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണനാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയോ PV നരസിംഹറാവു. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതിയായിരുന്നു സക്കീർ ഹുസൈൻ. തത്വചിന്തകനായ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണനായിരുന്നു. പാർലമെന്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ 123 വകുപ്പ് അനുസരിച്ചാണ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ. 13 ഏക്കർ വിസ്തൃതിയിൽ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി ഭവനിൽ 340 മുറികളാണുള്ളത്. ലേഡി ഹഡ്ജിന് വേണ്ടി ലോക പ്രശസ്ത വാസ്തുശില്പി എഡ്വിൻ ലൂഡിൻസ് ആണ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വൈസ് റീഗൽ പാലസ് എന്നാണിത് അറിയപ്പെട്ടിരുന്നത്. വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ വ്യക്തിയായിരുന്നു ലോർഡ് ഇർവിൻ. വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു C രാജഗോപാലാചാരി. മുഗൾ ഗാർഡൻ, ഹെർബൽ ഗാർഡൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിലാണ്. രാഷ്ട്രപതി ഭവനെ മാതൃകാ മാലിന്യ സംസ്കരണ പ്രദേശമാക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു രോഷ്നി പദ്ധതി. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ് രാഷ്ട്രപതി നിലയം. ഹൈദരാബാദിലാണ് രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദിലെ ഭരണാധികാരിയായിരുന്ന നൈസാമാണ് 1860 ഈ മന്ദിരം പണികഴിപ്പിച്ചത്. സിംലയിലാണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന സിംലയിൽ വൈസ്രോയിയുടെ വസതിയായി നിർമ്മിച്ച വൈസ് റീഗൽ ലോഡ്ജാണ് സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രപതി നിവാസായി മാറിയത്. 1888 പൂർത്തിയായ ഈ മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഹെൻറി ഇർവിനാണ്. ഡഫറിൻ പ്രഭുവാണ് വൈസ് റീഗൽ ലോഡ്ജിലെ ആദ്യ താമസക്കാരൻ. പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ അതിൽ ഒപ്പുവയ്ക്കാതെ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാൻ കഴിയും. എന്നാൽ പ്രസ്തുത ബില്ല് പാർലമെന്റ് വീണ്ടും പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അതിൽ ഒപ്പുവയ്ക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുന്ന ബില്ലുകൾ എത്ര സമയത്തിനുള്ളിൽ രാഷ്ട്രപതി തിരിച്ചയക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നില്ല. പ്രസ്തുത ബില്ല് എത്ര കാലം വേണമെങ്കിലും രാഷ്ട്രപതിക്ക് കൈവശം വച്ചിരിക്കാൻ കഴിയും. രാഷ്ട്രപതിയുടെ ഈ അധികാരത്തെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു ഗ്യാനി സെയിൽ സിംഗ്. 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഗെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത്.